ആശാസമരത്തിന്റെ വേദിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടാൻ ശ്രീ വി ഡി സതീശൻ വിസമ്മതിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ശരിയാണോ എന്നറിയില്ല. വി ഡി സതീശൻജിയോട് എല്ലാ ആദരവും വെച്ചുകൊണ്ട്, എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയട്ടെ, അങ്ങ് വലിയൊരു നേതാവാണ്, കാര്യങ്ങൾ വളരെ പഠിച്ചു പറയുന്ന വ്യക്തിയാണ്. അങ്ങയുടെ ഷാരിഖ് സംസൂദിനോടുള്ള ഇന്റർവ്യൂ കൊണ്ടിരുന്നു, ഗംഭീരമാണ്. പക്ഷേ ഇങ്ങനെ ഓവറാക്കല്ല ജി. അത് എനിക്ക് എന്ത് പറയാനാണ്? അങ്ങേപ്പോലെ വലിയൊരു നേതാവിനോട് വേറെ എന്ത് പറയാനാണ്? ഈ രീതിയിലുള്ള ഈ ഫെമിനിസ്റ്റ് കപടനാട്യം കാണിക്കല്ലേ, അത് ഭയങ്കര മോശമാണ്. അങ്ങേപ്പോലൊരു നേതാവിന് അത് ചേരുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയും BJP-കാർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് വേദി പങ്കെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങക്ക് എന്താണ് പിന്നെ വിരോധം? സതീശൻജിയോട് ബഹുമാനവും ആദരവും വെച്ച് തന്നെ പറയുകയാണ്. ഇത് അങ്ങേപ്പോലെ വ്യക്തിക്ക് ചേരുന്നതല്ല. അതൊരു തരം കപടനാട്യമാണ്, ഹിപ്പോക്രസിയാണ്. അങ്ങേ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ആദരിക്കുന്ന വ്യക്തിയാണ്, ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഹിപ്പോക്രസിയാണ്, ഇതൊന്ന് മറക്കരുത്. ആശാ സമരവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയതിൽ വി ഡി സതീശന് അനിഷ്ടം. രാഹുൽ പോകാതെ സതീശൻ എത്തിയേക്കില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സമരസമിതിയെ ബന്ധപ്പെട്ടു. രാഹുലിനെ ഇക്കാര്യം സമരസമിതി അറിയിച്ചു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടു. ആ ദൃശ്യങ്ങളിലേക്ക്. വേറെ ആർക്കും ഈ നാട്ടിൽ പ്രശ്നമില്ലല്ലോ. റിനിക്ക് ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട്. എങ്കിലും കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് വീരം വീണ്ടെടുത്തുകൊണ്ട് ഇതൊരു കപടനാട്യമാണെന്നുള്ളതാണ്. വി ഡി സതീശൻജി അങ്ങക്ക് ഇത് ശോഭ നൽകുന്നില്ല. ഇത് ഒരു തരമേ മറ്റേ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കളിയാണ്. അത് ശരിയല്ല. അങ്ങ് മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്, അതിനൊന്നും എതിർപ്പൊന്നുമില്ല, ബഹുമാനമേ ഉള്ളൂ. എന്താ പറയുക, അങ്ങയുടെ കയ്യിൽ കേരള സേഫ് ആയിരിക്കും. പക്ഷേ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി കളിക്കുന്നത് CPM-കാർ പോലും ചെയ്യില്ല. അതങ്ങ് ചെയ്യരുത്. അത് നന്നായി. റിപ്പോർട്ടറിന് കാര്യമായിട്ട് രാവിലെ എന്തൊരു കുത്തിത്തിരിപ്പാ ചങ്ങാതി. കീടിലായിട്ട് രാവിലെ മറുപടി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ജനയുടെ കേസ് എന്തായി? അല്ലെ രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ ചങ്ങാതി? അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCC-യുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി. രാഹുലിന് മാന്യതയും മര്യാദയും ഉള്ളത് കൊണ്ട് രാഹുല് ആ വിഷയം എന്താ പറയണേ, അത് ശ്രീ വി ഡി സതീശനെ അടക്കം ആരും നെഗറ്റീവ് പറയാത്ത രീതിയിൽ കൊണ്ടുപോയി. അത് രാഹുലിന്റെ മാന്യതയാണ്, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാന്യതയാണ്. അദ്ദേഹം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത്? അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത്? ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഔന്നത്യത്തെപ്പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് വി ഡി സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ നോക്കണം. ആശാവർക്കർമാരെ പറ്റി നമുക്ക് സംസാരിക്കാം. അത് പാലക്കാട്ട് അജിത്തിനോട് ചോദിച്ചാൽ എന്നെ എപ്പോഴും കാണാറുണ്ട്. രാഹുൽ നന്നായി സംസാരിച്ചു, രാഹുൽ നന്നായി പറഞ്ഞു. പക്ഷേ വി ഡി സതീശൻജി ഇത് ശരിയല്ല, ഇത് ചെയ്യല്ല. അതൊരു തരമേ, അതായത് CPM-ന്റെ മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം അവിടുത്തെ BJP കൗൺസിലർ, CPM-ന്റെ ആൾക്കാർ, ഇവർക്കെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിപാടിയിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല. ഇത് മുമ്പും ശ്രീ വി ഡി സതീശൻ ചെയ്തതാണ്. ശ്രീ ദിലീപ് അടക്കം എല്ലാവരും നിൽക്കുന്ന ഫോട്ടോയിൽ ദിലീപിനെ വെട്ടിമാറ്റി. വി ഡി സതീശൻജി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങ് വലിയ നേതാവാണ്, അങ്ങ് വലിയൊരു മനുഷ്യനാണ്. പക്ഷേ ഈ അൺടച്ചബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഞാൻ എന്തോ ഹോളിയർ ദാൻ എന്തോ, അത് അങ്ങേക്ക് ഒരിക്കലും ശോഭ നൽകുന്നില്ല. അങ്ങയോട് ആദരവും ഇഷ്ടം കൂടെ വെച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങേക്കും അറിയാം, ഞാൻ വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ
ഈ ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി ഓവറാക്കരുത്. അത് അത് എന്താ അറിയാമോ, സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് അടുത്ത തവണ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പോലും നോക്കി നിൽക്കുന്നുണ്ട്. ഈ ഓവറാക്കുന്ന നിലപാടുകൾ അത് ദോഷം ചെയ്യുകയുള്ളൂ. അത് അങ്ങേക്കും ദോഷം ചെയ്യുകയുള്ളൂ, അങ്ങയുടെ പാർട്ടിക്കും ദോഷം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരുപാട് ഈ കപട മതേതരത്വവും കപട ദേശീയതയും എന്നൊക്കെ പറയുന്നത് പോലെ കപട ഫെമിനിസ്റ്റ് നിലപാട് അത് ശരിയല്ല, അത് തെറ്റാണ്. അത് ശ്രീ വി ഡി സതീശൻ തിരുത്തണം.